നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ഡോക്ടറോട് വിളിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. അഭി വിളിക്കുമ്പോ അവൻ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം നീ സംസാരിക്കാൻ. ശരി. എന്തായാലും ഈ സമയത്ത് അവൻ ബാംഗ്ലൂർ പോയത് നന്നായി. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ഞാനും അത് ആലോചിച്ചതായിരുന്നു. ഈശ്വര, എല്ലാം നല്ലതിനായാ മതിയായിരുന്നു. നല്ലതിനാ, അതിനൊരു സംശയവും വേണ്ട. പരസ്പരം മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യധർമ്മം. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. എന്തായാലും നീ നോവറിഞ്ഞ് ജന്മം കൊടുക്കുന്ന കുഞ്ഞിനെ ഭാവനയ്ക്ക് കൊടുത്തല്ലേ പറ്റൂ. പിന്നെന്താ? അതെ അമ്മേ, ആലോചിക്കുമ്പോ ശരിയാ. പിന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അഭി ബാംഗ്ലൂരിലായാലും ഇവിടെയായാലും ഒരു കാരണവശാലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് നീ കൂടുതൽ വാചാലയാവരുത്. ഞാനിത് പറഞ്ഞ എന്തുകൊണ്ടാന്നറിയോ? ഇല്ല. ഇവിടെ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണെങ്കിൽ ഒരിക്കലും നിനക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ കുഞ്ഞാവുമ്പോ ഉറപ്പായിട്ടും ഭാവി സ്വപ്നങ്ങൾ ചേർത്തുകൊണ്ട് തന്നെ നീ അഭിയോട് സംസാരിക്കും. അപ്പോ അഭിക്കവിടെ സംശയമോ ദേഷ്യമോ ഒക്കെ വരാം. ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കണം. ഓരോ വശവും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പണി കിട്ടുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അഭിക്കാണെങ്കിൽ പിന്നെ ചെറിയൊരു സംശയം തോന്നിയാ മതി, പിന്നെ അവൻ കണ്ടുപിടിച്ചോളും. അതാ അമ്മ എന്റെയും പേടി. ഞാനിതുവരെ അഭിയോട് കള്ളം പറഞ്ഞിട്ടില്ല. ഒടുവിൽ ഇതെങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആണല്ലോ. അപ്പൊ പിന്നെ അഭി അറിയാതിരിക്കാനുള്ള വഴി വേണം നീ നോക്കാൻ. അവനെ എപ്പോ എങ്ങനെ അറിയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ ഭാമേ, പിന്നെ നിന്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ആർക്കും ഒരു സംശയവും വരാൻ പാടില്ല. ഇതുപോലുള്ള കാര്യങ്ങള് ശ്രദ്ധിച്ചു വേണം നീ ചെയ്യാൻ. ഇതമ്മ എല്ലാരും പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം സത്യമുള്ളതാണെങ്കിൽ വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇതുപോലെ കള്ളം ചെയ്യാൻ നോക്കുമ്പോഴാ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇവിടെ നമ്മൾ ആരെയും ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയ ഭാവനെ സഹായിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. നിനക്ക് ഭാവന തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ പകരമായിട്ട് നീ ഇപ്പൊ തിരിച്ചു സഹായിക്കുന്നു എന്ന് കരുതിയാ മതി. പകരത്തിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല ഇതുപോലുള്ള ചില കാര്യങ്ങള്. ഇനി മുതൽ ഭാവനയ്ക്കായിരിക്കും നിന്നോട് കടപ്പാട് കൂടുതൽ. എന്നാ ഞാൻ പോയി ഡോക്ടറെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. മോള് പോയി റെസ്റ്റ് എടുത്തു ചെല്ലേ. ഭാമേ. ചേച്ചി, നാളെ നിങ്ങൾ ഇതുവഴി വരണ്ട. അമ്മയും കൂടി വരാന്ന് പറഞ്ഞു. ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. അതെന്താ പെട്ടെന്നൊരു മാറ്റം? ആന്റി വരില്ലെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നേ? വരട്ടെ ചേച്ചി, ഒരു കണക്കിന് വരുന്നതല്ലേ നല്ലത്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നോളാം. ശരി ചേച്ചി. ഭാമേ, നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ? നിനക്ക് സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് മയങ്ങിപ്പോയതാ.
അപ്പോഴാ ചേച്ചിയോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്നോർത്തത്. അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം ചേച്ചി? ഒരു പ്രശ്നമില്ല. എന്നാ ശരി, നാളെ കാണാം. ശരി എന്നാ. ചേച്ചിയോട് ഞാനിങ്ങനെയൊന്നും കള്ളം പറഞ്ഞിട്ടില്ല. ഈശ്വര, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ചേച്ചിയോട് കാണിക്കുന്ന വിശ്വാസവഞ്ചനയല്ലേ? ഇവിടുത്തെ അമ്മയെ വിശ്വസിച്ച് അമ്മയോട് പോലും പറയാതെയാ ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത്. അതും എന്റെ ചേച്ചിക്ക് വേണ്ടി. നീ തന്നെ എന്നെ കാത്തോളണേ. ഭാമയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ഇനി ആന്റി എന്തെങ്കിലും തടസ്സം പറഞ്ഞു കാണുമോ? എന്തുപറ്റി ഭാവന്? ഒന്നുമില്ല, ഭാമയോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അവളോട് രാവിലെ തന്നെ റെഡിയായി നിൽക്കാൻ പറഞ്ഞില്ലേ? നമുക്കതിലെ പോണ്ട സൂര്യ. അംബാലിക ആന്റിയും കൂടി വരുന്നുണ്ട്. അവര് ഹോസ്പിറ്റലിൽ വന്നോളാന്ന്. ആ, അതെന്തായാലും നന്നായി. അഭി സ്ഥലത്തില്ലാത്തല്ലേ? തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? വേറൊന്നുമല്ല സൂര്യ, ഭാമയുടെ സംസാരത്തിനൊരു വ്യത്യാസം. അവിടെ എന്തെങ്കിലും സംസാരം നടന്നോന്നൊരു സംശയം. അതൊക്കെ തനിക്ക് തോന്നുന്നതായിരിക്കും. നാളെ അവര് വരുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്താടാ, ആര് നാളെ വരുന്ന കാര്യം പറഞ്ഞത്? നാളെ ഭാമയുടെ കൂടെ അംബാലികേന്റെയും വരുന്നുണ്ടെന്ന് ഭാമ ഭാവനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേതായാലും നന്നായി. അംബാലികയ്ക്ക് അങ്ങനെ വരാൻ തോന്നിയത് തന്നെ വലിയ കാര്യം. അതെ ആന്റി, ഞങ്ങളും അത് തന്നെയാ പറഞ്ഞത്. അപ്പോ നാളെ എങ്ങനെയാ? എല്ലാം സക്സസ് ആയ പിന്നെ ഭാമയും ഭാവനയുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? അതെ, അംബാലിക ആന്റിയും നേരത്തെ ഇത് സമ്മതിച്ചിരുന്നു. അത് മതി മോളെ. അവിടെയാവുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. ഗായത്രിയും മായയെല്ലാം അവളെ ശ്രദ്ധിച്ചോളും. ഞാനും കൂടി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ആന്റി. അവക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. അതും വേണം. അവിടെയും ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. അതെ ആന്റി, അത് തന്നെയാ എന്റെയും തീരുമാനം. അഭിയെ രാവിലെ ഒന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ അവൻ എന്ത് തോന്നും? ഇപ്പൊ തന്നെ വിളിക്ക് സൂര്യ. അഭി കിടന്നിട്ടുണ്ടാവില്ല. ശരി മോളെ, രാവിലെ പോവേണ്ടതല്ലേ, കിടന്നു. ആ, രാവിലെ പോവേണ്ടതല്ലേ, വെറുതെ എന്തിനാ ഉറക്കൊഴിയുന്നേ? മനസ്സിന് ഒരു സമാധാനവും ഇല്ലമ്മ. എന്തോ വലിയ അപരാധം ചെയ്യാൻ പോകുന്നത് പോലൊരു തോന്നൽ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട് തോന്നാ. ആ, പിന്നെ ഞാനിപ്പോ വന്നതേ നിന്നോടൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ. അറിയാലോ, നിന്നെപ്പോലെ തന്നെ എനിക്കും കുറച്ച് ടെൻഷനൊക്കെ ഇക്കാര്യത്തിലുണ്ട്. നാളെ ഈ വിവരം അഭി അറിയേണ്ടി വന്നാ അവൻ ആദ്യം വിരൽ ചൂണ്ടുന്നത് എന്റെ നേർക്കായിരിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ വേണം ആരോടും ഇടപെടാനും സംസാരിക്കാനും. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ.